ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GST എന്ന സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്തു. എന്താണ് GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ട്, ലെവി ആൻഡ് കളക്ഷൻ, സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, രജിസ്ട്രേഷൻ, എക്സെട്ര. ഓക്കെ, അങ്ങനെ ഒരുപാട് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിട്ടേൺ അണ്ടർ GST എന്ന ടോപ്പിക്കാണ്. അപ്പോൾ റിട്ടേണിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. റിട്ടേൺ എന്താണ്? റിട്ടേൺ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോം, ആ ഫോമിൽ ബിസിനസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു. ഏത് ടൈപ്പ് ബിസിനസ്സാണ്, എന്ത് ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്, എത്ര രൂപക്കാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഫോമിൽ കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിക്ലറേഷൻ കൊടുക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ അഡീഷണൽ ഡോക്യുമെൻറ്റും കൂടിയും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? റിട്ടേൺ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഈസ് എ സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ്ഡ് ബൈ ദി ടാക്സ് പേയർ to the tax administrator containing the details in respect of nature of business or activities, the taxable turnover, taxable payable, etc. for a given period. അപ്പോൾ റിട്ടേൺ എന്നുള്ളത് എന്താണ്? ഒരു സമ്മറൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആരാണ് ഫർണിഷ് ചെയ്യുന്നത്? ടാക്സ് പെയർ. ആർക്കാണ് സമർപ്പിക്കുന്നത്? ടാക്സ് അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന്. എന്തെല്ലാം അതിൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും? നാച്ചർ ഓഫ് ബിസിനസ്, ബിസിനസ് ആക്ടിവിറ്റീസ്, ടാക്സബിൾ ടേൺ ഓവർ, ടാക്സ് പേയബിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോർ എ ഗിവൺ പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റിട്ടേൺ. ഓക്കെ, റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ടത് ചിലപ്പോൾ മന്ത്ലി ആകാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആവാം, ഇനി അതല്ലെങ്കിൽ ആനുവലി ആകാം. അപ്പോൾ ഓരോ ബിസിനസ്സിൻ്റെ നാച്ചർ അനുസരിച്ചിട്ട് ഈ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ചില ബിസിനസ്സിന് ക്വാർട്ടർലി മതി, ചില ബിസിനസ്സിന് മന്ത്ലി സബ്മിറ്റ് ചെയ്യേണ്ടി വരും, ചില ബിസിനസ്സിന് ആനുവലി ആവും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. അപ്പോൾ ഓരോ ഗിവൺ പീരീഡിലും നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഫയലിംഗ് ഓഫ് റിട്ടേൺ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ഡിറ്റർമൈനിങ് ദി എസ്റ്റിമേറ്റഡ് ടാക്സ് കളക്ഷൻ ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. റിട്ടേൺ എന്തായാലും ഫയൽ ചെയ്തിരിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് ടാക്സ് കളക്ഷൻ എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ റിട്ടേൺ ഫയൽ ചെയ്തേ മതിയാകൂ. ഓക്കെ, ഇനി നമുക്ക് പർപ്പസ് എന്താണെന്ന് നോക്കാം. ഈ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ്? ഇപ്പോൾ ഒരു ബിസിനസ് മാൻ GST രജിസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ബിസിനസ് മാന് സാധനങ്ങൾ കസ്റ്റമറിന് വിൽക്കും. സാധനങ്ങൾ കസ്റ്റമറിന് വിൽക്കുമ്പോൾ അവരിൽ നിന്നും ടാക്സ് ബിസിനസ് മാൻ കളക്ട് ചെയ്യും. ആ ടാക്സ് കളക്ട് ചെയ്തതിൻ്റെ സമ്മറിയായി ഗവൺമെൻറ്റിന് അത് സമർപ്പിക്കും. ഇതാണ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് ബിസിനസ് മാന് രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് പകരം അവിടെ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? ബിസിനസ് മാനാണ്. ആ ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെൻറ്റിന് കൊടുക്കും. ഇനി ഈ റിട്ടേൺ കൊടുക്കുന്നതിനുള്ള മെയിനായിട്ടുള്ള പർപ്പസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് ദി ടാക്സ് പെയർ. ടാക്സ് പെയർ എത്ര ടാക്സ് ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടതുണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യും. ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാലാണ് ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ദെൻ സെക്കൻഡ്, മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ടു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ബിസിനസ്സിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത് എന്നതൊക്കെ ടാക്സ് അഡ്മിനിസ്ട്രേറ്ററിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി റിട്ടേൺ സമർപ്പിക്കുന്നു. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എത്ര ബിസിനസ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു റിട്ടേൺ സമർപ്പിക്കുന്നത് വഴി ആ ഇൻഫോർമേഷനൊക്കെ ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, കംപ്ലയൻസ് വെരിഫിക്കേഷൻ പ്രോഗ്രാം ഓഫ് ടാക്സ് അഡ്മിനിസ്ട്രേറ്റർ. കംപ്ലയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ITC അവൈൽ ചെയ്യുന്നുണ്ടോ, ടാക്സ് കറക്റ്റ് റേറ്റിലാണോ കളക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുന്നത് ഈ റിട്ടേൺ സമർപ്പിക്കുന്നതിലൂടെയാണ്.
റിട്ടേൺ സമർപ്പിക്കുന്നത് വഴി റിട്ടേണിലൂടെ ഗവൺമെൻറ്റിന് ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പോളിസി ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റെപ്സോ അല്ലെങ്കിൽ ആക്ഷൻസോ ഒക്കെ എടുക്കാൻ ഈ റിട്ടേൺ സഹായിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ആൻഡ് ആൻറ്റി ഇവേഷൻ പ്രോഗ്രാം ഓഫ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ഓഡിറ്റ് ചെയ്യുന്നതിനും ടാക്സ് വെട്ടിപ്പ് തടയുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഈ റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള പർപ്പസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇത് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കറക്റ്റ്ലി ആൻഡ് ടൈമിലി ചെയ്യണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ടൈമിലി റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചു ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലിയോ ക്വാർട്ടേർലിയോ, ഇനി അതല്ല ഇയർലി ആയിട്ട് എന്ത് ചെയ്യണം, ആനുവലി ആയിട്ടൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യണം. അതുകൊണ്ട് ടൈമിൽ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറയുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, a taxpayer is required to estimate his tax liability on self-assessment basis and deposit the tax amount along with the or before filing the return. ഒരു ടാക്സ് പേയറിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് പേയറിൻ്റെ ടാക്സ് ലാബിലിറ്റി സെൽഫ് അസസ്മെൻറ്റ് ബേസിസിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ ടാക്സ് പേയർ തന്നെ എന്ത് ചെയ്യാം, സെൽഫ് അസസ്മെൻ്റ് ആയിട്ട് എത്രയാണ് ടാക്സ് വരിക എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ എന്ത് ചെയ്യും, ആ ടാക്സ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ റിട്ടേൺ നിങ്ങൾ സെൽഫ് അസസ്മെൻറ്റ് ബേസിസിൽ പ്രിപ്പയർ ചെയ്ത് ടാക്സ് ലാബിലിറ്റി എല്ലാം എസ്റ്റിമേറ്റ് ചെയ്തു. ഇത്ര സെയിലാണ് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടന്നത്, ആർക്കൊക്കെയാണ് സെയിൽ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഒരു റിട്ടേണിൽ രേഖപ്പെടുത്തും. ഇപ്പോൾ ഒരു ബയ്യർ നിങ്ങളിൽ നിന്ന് ഒരു സാധനം വാങ്ങി എന്ന് വിചാരിക്കാം. നിങ്ങൾ ആ ബയ്യറിൻ്റെ പേര് നിങ്ങളുടെ റിട്ടേണിൽ രേഖപ്പെടുത്തും. ഓക്കെ, ഇന്നാൾക്ക് സെല്ല് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബയ്യർ സപ്ലയറിൻ്റെ പേരും എന്ത് ചെയ്യും, ബയ്യറിൻ്റെ റിട്ടേണിലും രേഖപ്പെടുത്തും. ഇനി ബയ്യറിന് ITC അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ ഈ സെല്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണല്ലോ റിട്ടേൺ സമർപ്പിക്കുന്നത്, നിങ്ങളാണ് ഗുഡ്സ് വിറ്റത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ്റിന് അത് മനസ്സിലാകുള്ളൂ നിങ്ങളിൽ നിന്നാണ് ആ സാധനം വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. സോ ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും റിട്ടേൺ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേറ്റഡ് ആണ്. ഒരു എക്സാമ്പിൾ, എക്സ് ലിമിറ്റഡും മിസ്റ്റർ എയും ഈ രണ്ട് പേരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. എക്സ് ലിമിറ്റഡ് കസ്റ്റമറിന് ഗുഡ്സ് വിറ്റു, സെയിൽ ചെയ്തു. ഓക്കെ, ആ സെയിൽ ചെയ്തതിൽ ഗുഡ്സ് വിറ്റത് മിസ്റ്റർ എക്കുണ്ട്. അപ്പോൾ എക്സ് ലിമിറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഗുഡ്സ് സോൾഡ് ടു മിസ്റ്റർ എ ഇത്ര രൂപക്കാണ് എഴുതി. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എൻ്റെ പേര് എവിടെ വന്നു, ഈ എക്സ് ലിമിറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പേര് വന്നു. ഇനി മിസ്റ്റർ എ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ആരിൽ നിന്നാണ് എന്നുള്ളതും മിസ്റ്റർ എ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് രേഖപ്പെടുത്തി. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്തു, മാച്ചായി. ബയ്യറും സെല്ലറും ആരിൽ നിന്നാണ് വാങ്ങിയത്, ആർക്കാണ് വിറ്റത് എന്നുള്ളത് മാച്ചായി. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എക്സ് ലിമിറ്റഡ് റിട്ടേൺ കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മിസ്റ്റർ എക്ക് അത് ITC അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ലിമിറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ ആ ഗുഡ്സ് എക്സ് ലിമിറ്റഡിൽ നിന്നും വാങ്ങിയതാണ് എന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാവുള്ളൂ. എങ്കിൽ മാത്രമേ അത് ITC അവൈൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ക്ലിയർ? സോ എന്താണ് അവിടെ പറഞ്ഞു വരുന്നത്, ബയ്യറിനും സെല്ലറിൻ്റെയും റിട്ടേണ് പരസ്പരം ലിങ്കാണ്. ക്ലിയർ? ഇനി എക്സ് ലിമിറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ എനെ സംബന്ധിച്ചിടത്തോളം ITC അവൈൽ ചെയ്യുമ്പോൾ ആ ഗുഡ്സ് എവിടുന്നാണ് വാങ്ങിയത് എന്നുള്ളതിനൊരു പ്രൂഫ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടൈമിലായിട്ട് ഫയൽ ചെയ്യണം. ക്ലിയർ? ഇനി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് വേയ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഇവിടെ എന്താ പറഞ്ഞത്? ഓൾ ദി റിട്ടേൺ അണ്ടർ GST ആർ ടു ബി ഫയൽഡ് ഇലക്ട്രോണിക്കലി. GSTയിൽ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക്കലി ആയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏത് റിട്ടേൺ ആയിക്കോട്ടെ അത് ഇലക്ട്രോണിക്കലി ആയിട്ട് എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. ക്ലിയർ? ഈ ഇലക്ട്രോണിക്കലി ആയിട്ട് ഫയൽ ചെയ്യുന്നതിൽ തന്നെ 3 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഡയറക്റ്റ്ലി ഓൺ ദി കോമൺ പോർട്ടൽ. നമുക്ക് എന്ത് ചെയ്യാം? കോമൺ പോർട്ടലിൽ പോയിട്ട് GST പോർട്ടലിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ എൻട്രീസ് റെക്കോർഡ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് എൻട്രീസ് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓഫ്ലൈൻ യൂട്ടിലിറ്റീസ് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഓഫ്ലൈൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമാറ്റാണ്. ആ ഒരു ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഫയൽ GST പോർട്ടലിൽ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? GST റിട്ടേൺ ഫയൽ ചെയ്യാം. ഇതൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നവർക്ക് ഈ ഓഫ്ലൈൻ യൂട്ടിലിറ്റീസ് ഉപയോഗപ്പെടുത്താം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ത്രൂ ആൻ എക്കോസിസ്റ്റം ലൈക്ക് ഈ GST സർവീസ് പ്രൊവൈഡേഴ്സ്. GST സർവീസ് പ്രൊവൈഡേഴ്സ് വഴി എന്ത് ചെയ്യാം? റിട്ടേൺ ഫയൽ ചെയ്യാം. ഈ GST സർവീസ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്മാൻമാരുണ്ടാകും അല്ലേ? ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യും? അവരുടെ ട്രാൻസാക്ഷൻസ് GST സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുക്കും. ഈ GST സർവീസ് പ്രൊവൈഡേഴ്സ് ഈ എൻട്രിയൊക്കെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അവർ അത് റിട്ടേൺ ആയിട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ GST പ്രൊവൈഡേഴ്സ് വഴിയും റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ GST സർവീസ് പ്രൊവൈഡേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ ഒരു പോർട്ടലുണ്ട്, ഒരു GST പോർട്ടൽ പോലെ തന്നെ ഒരു പോർട്ടലുണ്ട്. അതിൽ നമ്മൾ കൊടുക്കുന്ന ബിസിനസ്മാൻമാർ കൊടുക്കുന്ന റെക്കോർഡ്സൊക്കെ അവരതെന്ത് ചെയ്യും? അവരത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്മാൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മിഡിലായിട്ട് നിൽക്കുന്നവരാണ് GST പ്രൊവൈഡേഴ്സ്. അപ്പോൾ റിട്ടേൺ നമ്മൾ ഡയറക്റ്റ് ഫയൽ ചെയ്യാതെ നമ്മളുടെ റെക്കോർഡ്സ് എല്ലാം GST സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്നു. അവരത് റിട്ടേൺ ഫയൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, അണ്ടർ ദി GST ആക്ട് 3 types of return shall be furnished for every tax period by a person engaged in the supply of goods or service. ഏതെങ്കിലും ഒരു പേഴ്സൺ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നതിൽ എൻഗേജ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ 3 ടൈപ്പ് റിട്ടേൺസ് നിർബന്ധമായിട്ടും ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റിട്ടേൺ ഫർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വാർഡ് സപ്ലൈ. ഔട്ട്വാർഡ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്താണ്? ഔട്ട്വാർഡ് സപ്ലൈ ആണ്. അപ്പോൾ സെയിൽ ചെയ്തതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് റിട്ടേണിൽ ഉൾപ്പെടുത്തിയിരിക്കണം. സെക്ഷൻ 37 പ്രകാരം എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ്, റിട്ടേൺ ഫർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഇൻവാർഡ് സപ്ലൈ. അപ്പോൾ ഇൻവാർഡ് സപ്ലൈ, ഇൻവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ ഗുഡ്സ് വാങ്ങുന്നത്. ഇപ്പോൾ ഒരു സപ്ലയറെ സംബന്ധിച്ചിടത്തോളം സപ്ലയർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്വാർഡ് സപ്ലൈ ആണ്. ഇനി സപ്ലയർ വാങ്ങുന്നത് എന്താണ്? ഇൻവാർഡ് സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ ഇൻവാർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം? ആ റിട്ടേണിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, റിട്ടേൺ ഷോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്, ടാക്സ് പേയബിൾ, ടാക്സ് പെയ്ഡ് ആൻഡ് അതർ പർട്ടിക്കുലേഴ്സ്. റിട്ടേണിൽ വേറെ എന്തുകൂടി ഷോ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈ ഉണ്ടായിരിക്കണം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം, ടാക്സ് പേയബിൾ, ടാക്സ് പെയ്ഡ്, ഇനി വേറെ ഏതെങ്കിലും പർട്ടിക്കുലേഴ്സോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് അറ്റാച്ച് ചെയ്യാണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? റിട്ടേണിൽ കാണിക്കണം. അത് സെക്ഷൻ 39 പ്രകാരം. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ സെക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സെക്ഷൻ 37, 38 ആൻഡ് 39. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? സെക്ഷൻ 37 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് റിട്ടേൺ ചെയ്യുന്നത് കൊണ്ടുള്ള പർപ്പസ്, എന്തിനാണ് റിട്ടേൺ ടൈമിൽ ഫയൽ ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കിയുള്ള വീഡിയോസും വരും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. Thank you for watching. We'll see next class.